ഹലോ ഗൈസ്, ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നു കൂട്ടുകാരെ. ഞങ്ങളുടെ വീട്ടിൽ രാവിലെ ഉണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെ വീഡിയോസാണ് ഞാൻ ഇന്നിടുന്നത്. ഞങ്ങളുടെ വീട്ടിൽ പുട്ടും പയറും പപ്പടമായിരുന്നു. വൻ പയറായിരുന്നു. കഴുകി കുക്കറിലിട്ടു. 1/2 കിലോ പയറിന് 4 ഗ്ലാസ് വെള്ളമാണ് വെച്ചത് കൂട്ടുകാരെ. വെള്ളം ഒഴിച്ചു, പയറിട്ടു, വെള്ളം ഒഴിച്ചു, കുക്കറിൽ വെച്ചു. കുക്കർ അടച്ചു, സ്റ്റൗ കത്തിച്ചു. ഒരു 13-14 പിസിൽ കേൾക്കണം, എന്നാലേ പയറ് വേവത്തുള്ളൂ. അരിപ്പുട്ടാണ്. വെള്ളവും ഉപ്പും ഇട്ടു മാവിലൊഴിച്ചു. കട്ടയില്ലാതെ മാവ് നല്ലതുപോലെ നനച്ചെടുക്കുകയാണ് പുട്ടിന്. പിന്നെ തേങ്ങ തിരുവി വെച്ചു. പുട്ടിൻ്റെ മാവ് കട്ടയില്ലാതെ നല്ലതുപോലെ നനച്ച മാവാണ് കൂട്ടുകാരെ. കണ്ട ഓരോ കട്ടകളും എല്ലാം പൊടിച്ച് നല്ല സോഫ്റ്റാക്കി മാവെടുത്തു. കുറ്റിയിൽ തേങ്ങ ഇട്ടു, മാവിട്ടു, വീണ്ടും തേങ്ങ ഇട്ടു, വീണ്ടും മാവിട്ടു, വീണ്ടും മേലിൽ തേങ്ങ ഇട്ടു. പുട്ടുകുടത്തിൽ വയ്ക്കുകയാണ് പുട്ട് വേവിക്കാൻ. പുട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ്. പുട്ടിന് ഇപ്പോൾ ആവി ഇപ്പം വരും കൂട്ടുകാരെ. കാണുന്നുണ്ടോ? നോക്കണേ. കണ്ട ആവി വന്നുകൊണ്ടിരിക്കുന്നു. ഇത്തിരി കൂടുതലായിട്ട് വേവണം, എന്നാലേ നല്ല രീതിയിൽ പുട്ട് വെന്ത് വരത്തുള്ളൂ. പുട്ടിന് ആവി വന്നു. പുട്ട് റെഡിയായി. പുട്ട് എടുത്ത് വെച്ചു. പുട്ട് റെഡിയായി. കുക്കർ തുറന്നു. പയർ സെറ്റായി. അപ്പോഴും നോക്കിയപ്പോൾ ഇത്തിരി ലേശം വെള്ളമുണ്ട്. അങ്ങനെ ഒന്നും കൂടെ 2 പിസിലടിക്കാൻ വെച്ചു. വീണ്ടും പപ്പടം എടുത്തു. പൊരിക്കാൻ ചട്ടിയിൽ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായതിനു ശേഷം പപ്പടം ഇട്ട് കൊടുത്തു. പൊരിക്കുന്നു. ഓരോ പപ്പടം പൊരിക്കുന്നതും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കൂട്ടുകാരെ. എൻ്റെ ഉമ്മായും കൂടെ ഉണ്ട്. ഉമ്മാണ് പപ്പടം പൊരിച്ചത്. ഞാൻ വീഡിയോ എടുത്തു. കണ്ടോ, ഞാൻ എല്ലാ പപ്പടവും പൊരിച്ച് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പപ്പടം പൊരിക്കും തോറും. പപ്പടം പൊരിക്കുന്ന എണ്ണം വെച്ചാൽ ഞങ്ങളെ വീട്ടിൽ എത്ര പേരുണ്ടെന്ന് അറിയാം. പക്ഷേ ചിലവർ 3-4 പപ്പടം എടുക്കും. എണ്ണം പറയാൻ പറ്റത്തില്ല കേട്ടോ. പപ്പടം ഞാൻ എല്ലാം എടുക്കുന്നുണ്ട് കൂട്ടുകാരെ. രാവിലെ ആയതുകൊണ്ട് തോനെ പപ്പടമൊന്നും വേണ്ട. ചോറിനൊക്കെ ആണെങ്കിൽ പിള്ളേർ 3 എണ്ണമൊക്കെ എടുക്കും. പുട്ടിന് 2 പപ്പടമൊക്കെ എടുക്കും. ഉണ്ടാ, ഞാൻ പപ്പടം പൊരിച്ചു. എല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് പപ്പടം പൊരിക്കുന്ന കൂട്ടുകാരെ. എൻ്റെ വീഡിയോ കാണണേ കൂട്ടുകാരെ. വീഡിയോസ് എല്ലാവരും കാണണം കേട്ടോ. അങ്ങനെ പപ്പടം എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും വീണ്ടും പപ്പടം ഉണ്ടായിരുന്നു. പൊരിച്ച് തീർന്നു പപ്പടം. എന്നിട്ടും ലാസ്റ്റ് ഒന്നും കൂടെ ഉണ്ടായിരുന്നു. അതിനെയും കൂടെ പൊരിച്ചെടുത്തു. പപ്പടം റെഡി ആയിട്ടുണ്ട്. പിന്നെ പ്ലേറ്റിൽ പുട്ട് വെച്ചു, പയറിട്ടു, പപ്പടം ഇട്ടു. എല്ലാം റെഡിയായ വീഡിയോ പ്ലേറ്റിൽ വെച്ചത് കാണിക്കുന്നുണ്ട് കൂട്ടുകാരെ. എൻ്റെ വീഡിയോ എല്ലാ കൂട്ടുകാരും കാണണം. എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യണം. എനിക്ക് ഷെയറൊന്നുമില്ല. എൻ്റെ വീഡിയോ ഇത്രയും നാൾ കണ്ട കൂട്ടുകാർക്കെല്ലാം നന്ദിയുണ്ട്. ഇനി കാണാത്ത കൂട്ടുകാർ എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് സപ്പോർട്ട് തരണേ കൂട്ടുകാരെ. എൻ്റെ വീഡിയോ എല്ലാവരും കാണണം. ഓക്കെ, ബായ്.